ഏതു പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ രഹസ്യ യുദ്ധവിമാനം ഇറാനിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രതികാരം ഞങ്ങൾ വീട്ടും എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ലാൻഡിങ് കൂടി. കാരണം ഇനി പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ. അങ്ങനെ റഷ്യ വരുന്നു, റഷ്യയുടെ രഹസ്യ യുദ്ധവിമാനം വരുന്നു, വലിയ ഒരു നീക്കം നടക്കുന്നു, അവരുടെ എല്ലാ പ്ലാനിങ്ങും വേറൊരു തലത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ചൈനയും വരില്ല ഉടനെ. ചൈന വരില്ലേ എന്നുള്ളതിന് മുമ്പ് റഷ്യ വന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാഹളത്തിൻ്റെ തുടക്കമാണെങ്കിൽ ഒരു പുതിയ ശാക്തിക ചേരിയുടെ ഉദയവും പ്രതിരോധവുമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയ്ക്ക് പിറകെ ചൈനയുണ്ടാകും. പക്ഷേ ഇപ്പോൾ തന്നെ ചൈന ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറുകളും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഓഫ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോർമുസിലൂടെ ചില കപ്പലുകൾ കട്ടുപോയിരുന്നു. അതായത് നമ്മൾ എന്താ പറയുക, ഒളിച്ചു പോയിരുന്നു. ആ കപ്പലുകളെ പോലും ഇറാൻ ആക്രമിച്ചപ്പോൾ ഒന്ന് വ്യക്തമായതാണ്. അതായത് സാറ്റലൈറ്റ് സഹായങ്ങൾ ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള ഇൻ്റലിജൻസ് സഹായം ഇറാൻ ലഭിക്കുന്നുണ്ട്. അത് റഷ്യയാണോ ചൈനയാണോ എന്നുള്ളതായിരുന്നു സംശയം. പ്രത്യേകിച്ചും സാറ്റലൈറ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പരിധിവരെ ചൈനയ്ക്ക് കുറെ കൂടെ ഈ പറയുന്ന GPS സഹായങ്ങൾ ഉൾപ്പെടെ നൽകാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ചൈന ഓൾറെഡി രഹസ്യമായി നിശബ്ദമായി യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ റഷ്യ പരസ്യമായി തന്നെ അവരുടെ പറക്കും കമാൻഡ് സെന്റർ അല്ലെങ്കിൽ ഡൂംസ് ഡേ വിമാനം, ആണവ യുദ്ധത്തിന്റെ നിയന്ത്രണ കേന്ദ്രം, കമാൻഡ് സെന്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആ വിമാനമാണ്, ആ കമാൻഡ് വിമാനം എന്ന് പറയുന്ന ഭീമാകാരനായ വിമാനമാണ് ഇപ്പോൾ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ആ വാർത്ത നോക്കാം. റഷ്യൻ സൈന്യത്തിന്റെ ആകാശത്തെ പറക്കും കമാൻഡ് സെന്റർ എന്നും ആണവ യുദ്ധത്തിന്റെ നിയന്ത്രണ കേന്ദ്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന അതീവ തന്ത്രപ്രധാനമായ TU-214PU എയർബോൺ വിമാനം, ഇതാണ് ഇറാന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. അതായത് റഷ്യ ഈ യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്നു നേരിട്ട്. അതായത് ഒന്നാമത് ഉക്രൈനിൽ ഒഫീഷ്യലി അത് അറിയിച്ചിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വിമാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 214PU എന്ന് പറയുന്ന ഒരു കമാൻഡ് വിമാനം, അത് നമ്മുടെ ഇന്ത്യയിൽ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് 18 നെറ്റ്വർക്കാണ്. അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാവരും അതെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വിമാനത്തിന്റെ പേര് TU-214PU എന്ന് പറയുന്ന PU എന്ന വാക്കുകൾ റഷ്യൻ ഭാഷയിലെ പങ്ക്ത് ഉപ്രാവ്ലേനിയ എന്നാണ്, അതായത് കമാൻഡ് പോസ്റ്റ് എന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ്, പ്രതിരോധ മന്ത്രാലയം, ഉന്നത സൈനിക നേതൃത്വം തുടങ്ങിയവരുടെയൊക്കെ എല്ലാ ആവശ്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആകാശ സൈനിക കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തെങ്കിലും തരത്തിൽ കരയുദ്ധം ശക്തമായി കഴിഞ്ഞാൽ ആകാശത്തിരുന്നു കൊണ്ട് ഇവരുടെ ആണവ കേന്ദ്രങ്ങളെയും ആയുധങ്ങളെയും മിസൈലുകളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പാരലൽ ഗവൺമെന്റ് മെക്കാനിസം ഉൾക്കൊള്ളിച്ചിട്ടുള്ള അത്യാഡംബരമെന്നല്ല, അത്യാധുനികമായിട്ടുള്ള ഒരു വിമാനമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ ഔദ്യോഗിക വിമാനത്തോട് കിടപിടിക്കുന്ന ഒരു ഗംഭീര വിമാനമാണ് ഇത് എന്നറിയുമ്പോഴാണ് ഇത് ഇറാനിൽ വന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് കുറെ കൂടി ഗൗരവം വരുന്നത്. നോക്കുക, സുരക്ഷിതമായ ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഉപഗ്രഹ ആശയവിനിമയമൊക്കെ എപ്പോഴാണ് കൂടുതലായിട്ട് വേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ആലോചിച്ചോണം. രണ്ടാമത്, എൻക്രിപ്റ്റ് ചെയ്ത കമാൻഡ് ചാനലുകൾ. ഇപ്പോൾ നമ്മൾ വയർലെസ് വഴിയോ ഫോൺ വഴിയോ ഒക്കെ കമാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞാൽ അത് ലീക്ക് ചെയ്യാനും ഹാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെയൊക്കെ വയർലെസ്സുകൾ ഹാക്ക് ചെയ്ത് അതിൽ ബോംബ് സ്ഥാപിച്ച് പൊട്ടിച്ച ചരിത്രമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമാൻഡുകൾ, യുദ്ധതന്ത്രങ്ങൾ പുറത്തേക്ക് പോകാതെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ട്. അതുപോലെ തത്സമയ വിവരങ്ങൾ, ഈ യുദ്ധഭൂമിയെക്കുറിച്ച്, വാർ സോണിനെ കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ സൈന്യത്തിന് മുഴുവൻ കൈമാറാനുള്ള ശേഷി അത് ഈ വിമാനത്തിനുണ്ട്. പിന്നെ വിവിധ സൈനിക വിഭാഗങ്ങളുമായി ഒരേ സമയം കണക്ട് ചെയ്യാനുള്ള, ഇപ്പോൾ കരസേന, വ്യോമസേന, നാവികസേന, അതുപോലെ തന്നെ ഗറില്ല വാർഫണ്ട് ആണെങ്കിൽ അതിനുള്ള സൈന്യം, അങ്ങനെ ഒരേ സമയം ഇവരെ എല്ലാം ഏകോപിപ്പിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, അതും എക്സ്ട്രീം സീക്രട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന വിമാനത്തിനുണ്ട്. അപ്പോൾ ഇത്രയും സംവിധാനമുള്ള ഒരു വാർ സോണിൽ നിൽക്കേണ്ട ഒരു വിമാനം റഷ്യ എന്തിനാണ് ഇപ്പോൾ ഇറാനിലേക്ക് കൊടുത്തയക്കുന്നത്? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേവലം റഷ്യയുടെ ഏതെങ്കിലും പ്രതിനിധികൾ ഇറാന്റെ പ്രതിനിധികളെ കണ്ട് കൈകൊടുത്ത് സംസാരിക്കാൻ വന്നതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഒരു വശത്ത് മുജ്തബ ഖംനേയി പറയുന്നു, നെതന്യാഹുവും ട്രംപും ഒക്കെ നമ്മുടെ ടാർഗറ്റ് ലിസ്റ്റിലുണ്ട്, നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്.
അത് ഇസ്രായേൽ ഇന്റലിജൻസും സ്ഥിരീകരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ യുക്രൈൻ വിഷയത്തിൽ, യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുകയാണല്ലോ, ആ വിഷയത്തിൽ അമേരിക്ക യുക്രൈനെ കൂടുതൽ സഹായിക്കുന്നു, റഷ്യയെ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യുക്രൈന് എല്ലാവിധ പിന്തുണയും ട്രംപ് ഒരു വസ്തുതോടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയ്ക്കും അമേരിക്കയോട് ദേഷ്യമുണ്ട്. അതുപോലെ വെനസ്വലയിലെ എണ്ണ പിടിച്ചെടുത്തതടക്കമുള്ള വിഷയമടക്കം ചൈനയ്ക്ക് നേരത്തെ തന്നെ മുമ്പേ തന്നെ അമേരിക്കയോട് പല വിഷയങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ ദേഷ്യമുണ്ട്. ഈ വെനസ്വല ഇടപെടലും എണ്ണ വരാതായതും പിന്നതാ ഇപ്പോൾ ഹോർമൂസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ചൈനയ്ക്കും വലിയ ദേഷ്യം അമേരിക്കയോടുണ്ട്. അതിലൊക്കെ ഉപരി ഇറാൻ, റഷ്യ, ചൈന ട്രയാങ്കിൾ നെറ്റ്വർക്ക്, പഴയ USSR പോലെ അമേരിക്കൻ ചേരിക്ക്, നാറ്റോ ചേരിക്ക് എതിരെ നിൽക്കുന്ന ഒരു ശക്തമായ നെറ്റ്വർക്ക്, അത് പശ്ചിമേഷ്യയിൽ ഉദയം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം പല നീക്കങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ചൈനയും റഷ്യയും ഒക്കെ ഇറാൻ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ശാക്തിക ചേരികളെ സംബന്ധിച്ച് അതൊരു ഒരു പുതിയ ശാക്തിക ചേരിയുടെ ഉദയം, പാശ്ചാത്യ ശക്തികൾക്കെതിരെ, അമേരിക്കക്കെതിരെ ഒരു പശ്ചിമേഷ്യൻ സഖ്യം, മഹാസഖ്യം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ അർത്ഥവത്തായ തെളിവ്, ഉദാഹരണമായിരിക്കും റഷ്യയുടെ ഈ വിമാനത്തിന്റെ വരവ്. അതായത് ഈ യുദ്ധത്തിൽ ആക്റ്റീവായിട്ട് റഷ്യ പങ്കെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്കിതിനെ വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഒരു സാധാ വിമാനത്തിൽ, അത്യാവശ്യം പ്രൊട്ടക്ഷനുള്ള ഒരു വിമാനത്തിൽ വന്നാൽ പോരെ. എന്തിനാണ് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ള, ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇത്രയും വലിയ ഒരു വിമാനം, അത് കമാൻഡ് സെൻറ്ററും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മറ്റ് യുദ്ധ കമ്മ്യൂണിക്കേഷനും സകല സേനകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന മെത്തേഡുകളും ഒക്കെയുള്ള ഒരു സംവിധാനം എന്തിനാണ് വരുന്നത്? ഇപ്പോൾ അമേരിക്ക ഈ ഇസ്രായേലിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം, ആരോ എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ അമേരിക്ക ഇസ്രായേലിനെ സ്പോൺസർ ചെയ്യുന്നതാണ്. അതുപോലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരും പറയുന്നത് ആ സൈനിക കേന്ദ്രങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നതും ഗൾഫിൻ്റെ സുരക്ഷ എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം അടിക്ക് തിരിച്ചടി എന്ന മട്ടിലായിരുന്നു ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് ആദ്യം തന്നെ കയറി അടിക്കുന്നത് ഇറാനാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഈ വിമാനത്തിൻ്റെ വരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ പല സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. ഇറാൻ ഒരു വലിയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ ആ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ സമയത്ത് തന്നെ റഷ്യയുടെ ഈ വലിയ കമാൻഡ് സെൻറ്റർ, ആകാശത്തെ കമാൻഡ് സെൻറ്റർ, ഡൂംസ്ഡേ വിമാനം വന്നത് എന്തോ ഒരു വലിയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് വേണം വിലയിരുത്താൻ. ഈ ശാക്തിക ചേരി വരുന്നതിലൂടെ ഇസ്രയേലിനും വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം ഇസ്രയേലും അമേരിക്കയും കൂടി സംയുക്തമായിട്ടാണല്ലോ ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ റഷ്യ വരുന്നു, ചൈന ഇനി വരാൻ പോകുന്നു, ചൈന ഇപ്പോൾ രഹസ്യമായിട്ട് സഹായിക്കുന്നു എന്നുള്ള കാര്യം വളരെ പരസ്യമാണ്. അതുപോലെ തന്നെയാണ് റഷ്യയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന സമാധാനം ഇനി വരാൻ എത്ര നാളും കൂടി വേണ്ടി വരും? അല്ല, നിലവിലെ സാഹചര്യത്തിൽ റഷ്യയോ അല്ല, ചൈനയല്ല, ആര് ഈ യുദ്ധത്തിൽ പങ്കാളിയായില്ലെങ്കിലും ഈ യുദ്ധം ഇറാൻ നടത്തും. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു. അവരുടെ പഴയ നേതാവ് ഖസീം സുലൈമാനിയെ കൊലപ്പെടുത്തി 40-ലധികം ഉന്നതരെ കൊലപ്പെടുത്തി. ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പലതും തകർത്തു. ഇറാനെ ലോകത്തിന് മുന്നിൽ അപമാനിച്ചു. ഇറാനിൽ ഭരണമാറ്റത്തിന് വേണ്ടി ക്രൂരമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തി ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു. ഇറാനിലെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു പരമാധികാരവും ആത്മാഭിമാനവുമുള്ള ഒരു രാജ്യത്തോട് ചെയ്യാവുന്ന സകല ക്രൂരതകളും അമേരിക്ക ഇറാനോട് ചെയ്തു. ഇനിയും ഇറാൻ അത് എല്ലാം മറന്ന് അമേരിക്ക പറയുന്നിടത്ത് ഒപ്പുവയ്ക്കണം, അല്ലെങ്കിൽ അമേരിക്കയുമായി കരാർ സംസാരിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനോട് ഇനി ചെന്നിട്ട് അമേരിക്ക വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറയേണ്ടത്? മധ്യസ്ഥ രാജ്യങ്ങളും പെട്ടുകിടക്കുന്നത് അവിടെയാണ്. ഇറാനോട് ഇനി എന്താണ് പറയുക? മര്യാദക്ക് കരാറിൽ ഒപ്പിട്ട് അമേരിക്ക പറഞ്ഞതുപോലെ ഹോർമൂസും തുറന്നു കൊടുത്ത് കപ്പലുകൾക്ക് സഞ്ചാരപാത ഒരുക്കി ആ വഴിയെ പോയാൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ആ വഴിയിൽ മൈനുകളൊന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ വഴി നോക്കിപ്പോയതാണ് ഇറാൻ. ഇതിനിടയിലാണ് വീണ്ടും അമേരിക്ക അതിനിടയിൽ കുതന്ത്രം കാണിച്ചത്, അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് കപ്പലുകൾ വേറെ വഴിക്ക് കടത്താൻ ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും ഇറാൻ പ്രതികരിക്കും. കാരണം പറഞ്ഞ കരാറിൽ ഒപ്പിട്ട് പിന്മാറി അവനവൻ്റെ കാര്യം നോക്കിപ്പോയ ഇറാനെ
ചതിയിലൂടെ പിന്നെയും കടന്നാക്രമിക്കുക, അല്ലെങ്കിൽ ഇറാൻ്റെ ശക്തി കുറയ്ക്കുക, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കി കാണിക്കുക തുടങ്ങിയ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ഈ കപ്പലുകൾ വേറെ വഴിക്ക് വിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഇറാൻ പ്രതികരിക്കും. അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ട്രംപ് കരാറ് കീറിയെറിഞ്ഞു, വലിയ യുദ്ധം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ഇറാൻ എന്താണ് നോക്കാനുള്ളത്, ഇറാനും തിരിച്ചടിച്ചു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം അത് പതിറ്റാണ്ടുകൾ മുന്നേയുള്ള ബന്ധമാണ്. അത് തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈനിക രംഗത്തൊക്കെ ഇവർ തമ്മിൽ ബന്ധമുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ്. അതൊക്കെ റഷ്യ വിജയകരമായി യുക്രൈനെതിരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിമാനങ്ങൾ വന്നത്, ഈ വിമാനം കൊണ്ടുവരുന്നത് ഒരു കാര്യം കൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. ഇൻ്റലിജൻസ് കാര്യങ്ങൾ പങ്കിടുക, പ്രതിസന്ധികൾ നിയന്ത്രിക്കുക, ഈ യുദ്ധവിഷയങ്ങളിൽ തന്ത്രപരമായ ഏകോപനം നടത്തുക, സൈനിക ഉപദേശങ്ങൾ നൽകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുക. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ, തന്ത്രപ്രധാനമായ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടൽ വേണ്ടി വരുമ്പോഴാണ് റഷ്യ ഈ വിമാനം ഉപയോഗിക്കാറുള്ളത്. സ്വന്തം രാജ്യത്താണ് സാധാരണഗതിയിൽ റഷ്യ ഇത് ഉപയോഗിക്കുക. പക്ഷേ ഇപ്പോൾ ഇറാൻ ഒരു ആവശ്യം വന്നപ്പോൾ ആ വിമാനവുമായിട്ട് റഷ്യൻ പ്രതിനിധികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന വിധത്തിലേക്ക്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് 1000 മിസൈലുകൾ ഞാൻ ഇറാനെതിരെ തൊടുത്തുവിടും, എന്താ പറയുക, ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള ആക്രമണം ഉണ്ടാകും. ഈ ഒരിക്കലും കാണാത്ത ആക്രമണം എന്താണ്? ആണവായുധമാണ്. ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ ഞങ്ങൾ പ്രയോഗിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ ഇറാനും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും വേണ്ടി വന്നാൽ, ആണവ വിഷയത്തിൽ ഇനി ഒരു കരാറുമില്ല, വേണ്ടി വന്നാൽ ഞങ്ങളും ആണവായുധം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കണ്ടതുപോലെയുള്ള പൊടുന്നനെയുള്ള ആണവായുധ പ്രയോഗങ്ങൾ ഉണ്ടായാൽ നമുക്കത് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു കരാറും നിലവിലില്ല, ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. പരസ്പരം മുറിവേൽപ്പിക്കുക, തങ്ങളുടെ ഈഗോ ജയിക്കുക, അല്ലെങ്കിൽ തങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുക എന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ചിന്തയും ഈ രണ്ടു കൂട്ടർക്കും ഇല്ല. പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളല്ല ഈ കൂട്ടരും. അവർക്ക് അവരുടേതായ വഴിയുണ്ട്, അവരുടേതായ രീതിയുണ്ട്, അവരുടേതായ രീതിയിലാണ് അവർ പോകുന്നത്. അപ്പം നമ്മളിനി പെട്ടെന്ന് നമ്മളെന്ന് പറഞ്ഞാൽ പുറമേയുള്ള മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ചർച്ച നടത്താം, അല്ലെങ്കിൽ നമുക്ക് ഇനിയും കരാറിൽ ഒപ്പുവെക്കാമെന്നും പറഞ്ഞാൽ അത് അംഗീകരിച്ചോണമെന്നില്ല. എന്ന് മാത്രമല്ല, ഇനി ഏതെങ്കിലും കരാറിൽ ഒപ്പുവെച്ചാൽ തന്നെ അത് പാലിച്ചോണമെന്നുമില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന് മുന്നിൽ ഇറാനെ വെറുതെ ആക്രമിക്കാമെന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതായത് ഇറാനെ നിരന്തരമായി ആക്രമിക്കാം, കുറേ ബോംബിടാം, കുറേ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് നടത്താം, എന്നിട്ട് ഇറാൻ ഇപ്പോൾ തകരും, വീഴും, തകർക്കും എന്നൊക്കെ പറയാമെന്നതല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഇറാനെ എന്തെങ്കിലും ചെയ്യാൻ ട്രംപിന് കഴിയുമോ, അമേരിക്കയ്ക്ക് കഴിയുമോ, ഇറാനെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അങ്ങനെ ഒരു വലിയ ആശങ്ക, ട്രംപിനെ വധിക്കുമെന്ന് പറയുന്ന വധഭീഷണി വേറെ. അപ്പോൾ ഇത്രയും വലിയ ആശങ്കകൾക്കിടയിൽ യുദ്ധം ചെയ്തിട്ടും വിജയം നേടാൻ കഴിയാത്ത ഒരു വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിടയിൽ ഇപ്പോൾ റഷ്യയുടെ വലിയൊരു വിമാനം, അത്യാധുനികമായ യുദ്ധവിമാനം, ഏറ്റവും വലിയ യുദ്ധവിമാനം അവിടെ ഇറങ്ങുകയാണ്, ഇറാനിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ടെൻഷൻ അടിക്കും, ട്രംപിന് വലിയ ടെൻഷൻ ഉണ്ടാവും. പശ്ചിമേഷ്യ വലിയ രീതിയിൽ തന്നെ, പശ്ചിമേഷ്യ വലിയ തോതിൽ, പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഇത് ഭയപ്പെടുത്തും. കാരണം എന്താണ്? ഹോർമൂസ് അടഞ്ഞു കിടക്കും. ഈ യുദ്ധം എത്ര നാൾ നീളുന്നു അത്രയും നാൾ ഹോർമൂസ് അടഞ്ഞു കിടക്കും. എണ്ണക്ഷാമം, വിലക്കയറ്റം, സാമ്പത്തിക തകർച്ച, ഉൽപാദനക്ഷമതയില്ലായ്മ, വലിയ പട്ടിണി, നാശനഷ്ടങ്ങൾ, യുദ്ധം കൊണ്ടുണ്ടാകുന്ന മറ്റു നാശനഷ്ടങ്ങൾ, ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രവാസികളുടെ ഗുരുതരമായ അവസ്ഥ, നമുക്കും ഇന്ധന വില വർധന, ഗ്യാസിൻ്റെ ക്ഷാമം, അങ്ങനെ കിടക്കാണ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിപ്പോൾ അവധിക്കാലമാണ്, അവരിൽ പലരും നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുടുംബസമേതം പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വ്യോമപാതകൾ അടച്ചിട്ടാൽ തിരിച്ചു വരാനോ അങ്ങോട്ട് പോകാനോ ഒന്നും കഴിയാതെ കുടുങ്ങിപ്പോവും. പലർക്കും ജോലി നഷ്ടപ്പെടാം, പലർക്കും നാട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ, കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, പലതും പല തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സും ഇതുകൊണ്ടുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം ഇല്ലാതാകണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനൊക്കെ കടകവിരുദ്ധമായിട്ടാണ് ഇരു കൂട്ടരും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വീണ്ടും യുദ്ധം രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ന് അമേരിക്ക ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് ആക്രമണം നടത്തി. ഇറാൻ്റെ തുറമുഖ നഗരങ്ങൾ, ദ്വീപുകൾ, എവിടെയെങ്കിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തി. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ബന്ദർ അബ്ബാസ് മേഖലകളിലൊക്കെ വലിയ ആക്രമണം. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് കഴിഞ്ഞ പാടെ ഇറാൻ ഹോർമൂസിൽ പോയി 2 കപ്പലുകൾ തകർത്തു. അപ്പോൾ ഒരാളും അടങ്ങിയിരിക്കുന്നില്ല. അമേരിക്ക ഇറാനെ പരിപൂർണമായി തീർക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തുമ്പോൾ ഇറാൻ അതിനൊക്കെ അതേപോലെ തിരിച്ചടി കൊടുക്കുകയാണ്. ഇത് ആരെങ്കിലും ഒന്ന് താന്നാലല്ലേ ഇതിലൊരു ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റൂ.
അല്ലെങ്കിൽ ആരെങ്കിലും ജയിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റൂ. ഇത് ഇരു കൂട്ടരും വാശിക്ക് നിന്നടിക്കുകയാണ്. ഇവിടെ ഞാൻ കാണുന്നത് ഇറാൻ്റെ ഒരു പോരാട്ട വീര്യം തന്നെയാണ്. അമേരിക്ക പലതവണ ഇറാൻ തീർന്നു, കഴിഞ്ഞു, ഇല്ല, പൊങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ബാധിക്കാത്ത വിധത്തിൽ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും, അതായത് വളരെ പെട്ടെന്ന് ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഒരു സമാധാന കരാർ വരില്ല എന്ന് മാത്രമല്ല, ഇറാൻ സ്വന്തം നിലയ്ക്ക് കയറി അടിക്കാനുള്ള പണികൾ ഒപ്പിക്കുന്നുണ്ടെന്നാണ് ഈ റഷ്യയുടെ വിമാനത്തിൻ്റെ വരവും കൂടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്.